ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ബി എ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ BGC 105 അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. സോ ഇതിൽ നമുക്ക് ബ്ലോക്ക് 1 ആർത്തർ മില്ലറിൻ്റെ ഓൾ മൈ സൺസ്, ബ്ലോക്ക് 2 നഥാനിയൽ ഹോത്തോണിൻ്റെ ദ സ്കാർലറ്റ് ലെറ്റർ, ബ്ലോക്ക് 3 ഷോർട്ട് ഫിക്ഷൻസും, ബ്ലോക്ക് 4 അമേരിക്കൻ പോയട്രിയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ബ്ലോക്ക് 3 ഷോർട്ട് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒ ഹെൻറിയുടെ ആഫ്റ്റർ 20 years, വില്ല കേത്തറിൻ്റെ ഓൺ ദ ഗൾസ് റോഡ്, ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ സ്നോസ് ഓഫ് കിളിമാഞ്ചാരോ, അതുപോലെ ബ്ലോക്ക് 4 അമേരിക്കൻ പോയട്രി എന്ന് പറയുമ്പോൾ റാൽഫ് വാഡോ എമേഴ്സൻ്റെ ബ്രഹ്മ ഹമത്രേയ, വാൾട്ട് വിറ്റ്മൻ്റെ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ, പാസേജ് ടു ഇന്ത്യ, എമിലി ഡിക്കിൻസൻ്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, എ തോട്ട് വെൻറ്റ് അപ്പ് മൈ മൈൻഡ് ടുഡേ, ഡെത്ത് സെറ്റ്സ് എ തിങ്സ് സിഗ്നിഫിക്കൻറ്റ്, അലക്സി ഷെർമൻ്റെ ക്രോ ടെസ്റ്റമെൻറ്റ്, എവല്യൂഷൻ. ഇത്രയും വർക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇനി നമ്മൾ ഇതിന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ അല്ല. സോ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ്, എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്ന് അറിയിക്കാൻ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാണ്. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ ഇറ്റ്. നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ പോയിൻറ്റ്സും ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ്, അങ്ങനെ ക്രിറ്റിക്കൽ അനാലിസിസ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഷോർട്ട് ഫിക്ഷൻ്റെ എല്ലാറ്റിൻ്റെയും സമ്മറിയും ഓഥറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഉണ്ടാവണം. ദെൻ 2 ഇറ്റ്സ് എ പ്ലേ, ഇറ്റ്സ് എ നോവൽ. സോ പ്ലേ നല്ല കൃത്യമായിട്ട് ക്യാരക്ടേഴ്സ്, തീംസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ബ്ലോക്ക് 2 നോവലിൻ്റെ ആണെങ്കിലും ഓഥർ, അതുപോലെ സമ്മറി, തീം, ക്യാരക്ടേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നോ ഡൗട്ട് ഇൻ ദാറ്റ് കേസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിയാം. നൗ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 3 hours ആണ്, 100 marks ആണ്. അറ്റംപ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ്, ഓൾ ക്വസ്റ്റ്യൻസ് കെയറി ഈക്വൽ മാർക്സ് എന്നാണ് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. സെയിം ടൈം എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു ഹാവ് 10 ക്വസ്റ്റ്യൻ. അപ്പോൾ 10 ക്വസ്റ്റ്യന് ഈക്വൽ ആകുമ്പോൾ എന്തായിരിക്കും, 10 മാർക്ക് വെച്ചിട്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഗ്രോത്ത് ഓഫ് അമേരിക്കൻ ഡ്രാമ ഡ്യൂറിങ് ദ 17, 18 ആൻഡ് 19th century. ഇത് ചാപ്റ്റർ 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. സോ ഐ തിങ്ക് യു ഓൾ നോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. 17, 18, 19th century എന്തൊക്കെ മാറ്റങ്ങൾ ഡ്രാമയിലേക്ക് വന്നിട്ടുണ്ട്, അതാണ് ചോദ്യം. സോ ഇറ്റ്സ് എ സിമ്പിൾ വൺ. അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നെറ്റിലടിച്ചു കൊടുക്കുക. കാരണം ഇപ്പോൾ ഈ സമയം കൊണ്ട് പറഞ്ഞു തരുന്ന ഒന്നല്ല. അപ്പം നെറ്റിലടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് അതിൻ്റെ നോട്ട്സ് കിട്ടും. സോ കൃത്യമായൊരു എസ്സേ എഴുതി വയ്ക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മില്ലേഴ്സ് വ്യൂ ഓൺ ട്രാജഡി? ആർത്തർ മില്ലറിൻ്റെ ട്രാജഡിയുടെ ഒരു വ്യൂ. ഇപ്പോൾ ട്രാജഡി എന്താണെന്ന് എഴുതണം. ദെൻ ആർത്തർ മില്ലറിൻ്റെ വ്യൂ, ട്രാജഡിയുടെ വ്യൂ എന്താണെന്ന് എഴുതണം. സോ ട്രാജഡി എന്താണെന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുള്ള ഒന്നാണ്. ദെൻ ആർത്തർ മില്ലറിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്ലേ, ഈ ഒരു ഓൾ മൈ സൺസ് ഈസ് ഓൾസോ എൻ അമേരിക്കൻ ട്രാജഡിയാണ്. അതുപോലെ ഇതിലെ കല്ലേഴ്സ് ഫാമിലിയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു അവസാനം ജോ കല്ലർ എന്താണോ അദ്ദേഹം ചെയ്ത ക്രൈമിൻ്റെ പനിഷ്മെൻറ്റ് പോലെ തന്നെ അവസാനം ജോ കല്ലറിൻ്റെ മരണമാണ് കാണിക്കുന്നത്. സോ ഇതിൽ ലാസ്റ്റ് ക്രിസിൻ്റെയും ജോ കല്ലറിൻ്റെയും ആ റിലേഷൻഷിപ്പ്, അച്ഛനും മകൻ്റെ ആ റിലേഷൻഷിപ്പാണ് ശരിക്കും ട്രാജഡി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അവസാനം ജോ കല്ലർ മരിക്കുകയാണ്, സൂസൈഡ് ചെയ്യാണ്. സോ ആ ഒരു എൻഡ് ഈസ് എ ട്രാജഡി അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ആർത്തർ മില്ലറിൻ്റെ ട്രാജഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഹിയർ ഫെയ്റ്റിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വാട്ട് എവർ ഹി ഡൈഡ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അദ്ദേഹം അനുഭവിക്കുന്നത്. ലൈക്ക് കർമ്മ തിരിച്ചടിച്ചതുപോലെ. മറ്റേത് വിധിയാണ് മറ്റുള്ള പ്ലേസിലും ഇല്ലെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ജോ കെല്ലർ തൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളുടെ ഫലമായിട്ട് തന്നെയാണ് ഈസ് ഡൈയിങ്. സോ ദാറ്റ്സ് ആ ഒരു പോയിന്റ് ഒക്കെ എഴുതിയാൽ മതി എസ്സേ ആയിട്ട്. 10 മാർക്കിൻ്റെ എസ്സേ ആകുമ്പോൾ മാക്സിമം നിങ്ങൾ ഒരു 3 പേജെങ്കിലും എഴുതിയിരിക്കണം. 3-4 പേജെങ്കിലും എഴുതിയിരിക്കണം. സോ ഫസ്റ്റ് എന്തെഴുതും നിങ്ങൾ? ഓഥറിനെ കുറിച്ച് എഴുതും, ആർത്തർ മില്ലറിനെ കുറിച്ച് എഴുതും. ദെൻ അദ്ദേഹത്തിൻ്റെ എന്താണ് ട്രാജഡി, അരിസ്റ്റോട്ടലിൻ്റെ ട്രാജഡി ഡെഫിനിഷൻ എഴുതുക. ദെൻ ആർത്തർ മില്ലർ എങ്ങനെയാണ് ട്രാജഡി യൂസ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ വർക്ക് ഓൾ മൈ സൺസ് എന്ന് പറഞ്ഞ ആ വർക്കിനെ ബേസ് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ.
ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ക്യാരക്ടർ ഓഫ് ജോ കല്ലർ. ജോ കല്ലറിൻ്റെ ക്യാരക്ടറാണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ജോ കല്ലർ ആരാണ്? ഈസ് ദ പ്രൊട്ടഗനിസ്റ്റ് ഓഫ് ദ പ്ലേ. അദ്ദേഹത്തിൻ്റെ മകൻ ലാരി മിസ്സിങ് ആണ്. പക്ഷെ ലാരി മരിച്ചു എന്ന് അറിയുന്നു. ലാരി മരിക്കുന്നതിന് കാരണം അച്ഛനാണ്, ജോ കല്ലറാണെന്ന് അറിയുന്നു. ജോ കല്ലർ ഈസ് അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ. ആൻഡ് വാട്ട് എവർ ഹി ഡിഡ് ഇൻ ഹിസ് ലൈഫ്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അദ്ദേഹം അവസാനം എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. ദെൻ ഹീസ് ബിക്കം ഡെഡ്. He dies in the end of the novel. That's the story of Joe Keller. ജസ്റ്റ് അപ്പോൾ നിങ്ങൾ ക്യാരക്ടർ എഴുതുമ്പോൾ നിങ്ങൾ ആ ക്യാരക്ടറിൻ്റെ സ്കെച്ച് മാത്രമല്ല, സെയിം വേ സമ്മറി ഇതെല്ലാം എഴുതിയിട്ട് വേണം ആ ഒരു ക്യാരക്ടറും എഴുതാൻ. ദെൻ വാട്ട് ഈസ് ദ മേജർ തീം ഓഫ് ദ പ്ലേ? ഓൾ മൈ സൺസ്. ഡെഫിനറ്റ്ലി യുവർ ആക്ടിവിറ്റീസ് ആൻഡ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമാണ് അതിൻ്റെ മേജർ തീം. നമുക്കറിയാം അല്ലേ? വാട്ട് എവർ ജോ കെല്ലർ ചെയ്തു അതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റും ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെ അദ്ദേഹം ഏറ്റെടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ആ ഒരു പ്ലേയിൽ പറയുന്നത്. Briefly describe Puritan psychology and state how this has left an important on the modern American character. So Puritan psychology നമുക്ക് കാണാൻ പറ്റിയ സെക്കൻഡ് വർക്കിലാണ്, നഥാനിയൽ ഹോത്തോൻ്റെ ദ സ്കാർലറ്റ് ലെറ്ററിൽ. അതിൽ പറയുന്നുണ്ട് ഓർഗാനിക് ഗ്രോത്ത് മെക്കാനിക്കൽ പ്രൊഡക്ഷനോട് കൂടി റീസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റിയാണ് പ്യൂരിറ്റൻ സൊസൈറ്റി എന്ന്. വി ഓൾ നോ ദാറ്റ് അല്ലേ? ആ ഒരു കാലത്ത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ കൂടുതൽ കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ഡൾനെസ് വരുത്തിയിരുന്ന ഒന്നാണ് പ്യൂരിറ്റൻ ഇത്. സോ പ്യൂരിറ്റൻ സൈക്കോളജി എങ്ങനെയാണ് അമേരിക്കൻ ക്യാരക്ടേഴ്സിൽ വന്നിരുന്നത് എന്നാണ് ചോദ്യം. ഇറ്റ്സ് ഈസി. ദെൻ സിക്സ്ത് വൺ, റൈറ്റ് എ നോട്ട് ഓൺ ദ ട്രാൻസ്ജെൻഡർ ആൻഡ് റൊമാൻറ്റിക് എലമെൻറ്റ്സ് ഇൻ ദ പേഴ്സണാലിറ്റി ഓഫ് ഹെസ്റ്റർ. ഹെസ്റ്ററിൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള ട്രാൻസ്ജെൻഡറും റൊമാൻറ്റിക് എലമെൻറ്റ്സും എന്തൊക്കെയാണ്? ഹെസ്റ്ററിൻ്റെ ക്യാരക്ടർ എടുക്കുമ്പോൾ നമുക്കിത് രണ്ടും അവരുടെ ക്യാരക്ടറിൽ കാണാം അല്ലേ? ഹെസ്റ്ററിൻ്റെ ഒരു പേഴ്സണാലിറ്റിയിൽ നമുക്ക് അവർ റൊമാൻറ്റിക്കുമാണ്, അതേസമയം ട്രാൻസ്ജെൻഡറുമാണ്. ഒരുപാട് കാര്യങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് വന്നൊരു ലേഡിയാണ്. അറ്റ് ദ സെയിം ടൈം ഷീസ് ടു റൊമാൻറ്റിക്. സോ അത് രണ്ടും നമുക്ക് അവരുടെ ക്യാരക്ടറിൽ കാണാം. ഡസ് ഹഥോൺ ആക്സെപ്റ്റ് ദ മോറൽ ഐഡിയാസ് ഓഫ് പ്യൂരിറ്റൻസ് എസ്പെഷ്യലി റിഗാർഡിങ് അഡൾട്ടറി? ഹഥോണിൻ്റെ ഈ വർക്ക് സ്കാർലറ്റ് ലെറ്ററിൽ നമുക്ക് പക്ഷേ മോറൽ പ്രിൻസിപ്പിൾസിനേക്കാൾ കൂടുതൽ അവർ ആ അഡൾട്ടറി കമ്മിറ്റ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ചിലപ്പോൾ കാണാൻ സാധിക്കുക അല്ലേ? അവരുടെ ആ ഒരു സ്ത്രീ, സെൻട്രൽ ക്യാരക്ടർ സ്ത്രീ എന്താ ഉണ്ടാവുന്നത്? ഷീ കമ്മിറ്റിങ് എ അഡൾട്ടറി വിത്ത് ഹൂം? വിത്ത് പ്രീസ്റ്റ് അല്ലേ? അവിടുത്തെ ഏറ്റവും ഡിമ്മസ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ അല്ലേ, വാട്ട്സ് ഹിസ് നെയിം? യെസ്, ഡിമഡെയിൽ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനുമായിട്ട് ഷീ ഹാവ് എൻ അഫെയർ. ദെൻ ഷീ ഈസ് ക്യാരിങ് ഹിസ് ബേബി. ദെൻ എല്ലാവരും സൊസൈറ്റി അവളെ ക്രൂശിക്കുകയാണ്. ആരാണ്? കുട്ടിയുടെ അച്ഛൻ. പക്ഷെ അവളത് തുറന്നു പറയുന്നില്ല. എന്നിട്ട് എന്തുണ്ടാവുന്നു? ആ ഒരു ലൈഫാണ് പിന്നീട് കാണിക്കുന്നത്. സൊസൈറ്റി എത്രത്തോളം അവളെ കല്ലെറിഞ്ഞ് മാറ്റി നിർത്തുന്നു, അവളുടെ മകളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അതിൽ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. സോ ഒരു മൊറാലിറ്റിയേക്കാൾ ഉപരി എന്തായിരിക്കും ആ ഒരു പ്യൂരിറ്റൻ സൊസൈറ്റിയിൽ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്ന് കൂടുതൽ കാണിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. വാട്ട് യു ഫീൽ യു ക്യാൻ റൈറ്റ് ഇൻ ദാറ്റ് വേ. Then 8th question, examine the 3 pillory scenes in the Scarlet Letter. 3 pillory scene എന്താ? ഫസ്റ്റ് വൺ അവളോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുന്ന ഭാഗമാണ് വൺ ഓഫ് ദ മേജർ സീൻ. സെക്കൻഡ് സീൻ, ഡിംസ്ഡേയിൽ റൂമിൽ പോയിട്ട് സ്വയം പനിഷ് ചെയ്യുന്നത്, ഞാൻ ചെയ്ത തെറ്റ് അവൾ എത്രത്തോളം അനുഭവിച്ചു എന്ന വേദനയിൽ പനിഷ് ചെയ്യുന്നത്. ലാസ്റ്റ് സീൻ അയാളുടെ കൺഫെഷൻ. അപ്പോൾ ഫസ്റ്റ് സീനിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ലേഡി, സെൻട്രൽ ക്യാരക്ടറായ ലേഡി എന്താണ്? ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ പിന്നെ കാണിക്കുമ്പോൾ ഡിംസ്ഡെയിലിനെ കാണിക്കുന്നുണ്ട് ഒരു മാഡ് മാനായിട്ടാണ് കാണിക്കുന്നത്, സ്വയം പനിഷ് ചെയ്യുന്ന ഒരു മാഡ് മാനായിട്ട്. ദെൻ ലാസ്റ്റ് സീനിൽ രണ്ടുപേരും ഒരുമിച്ചാണ് കാണുന്നത്. കൺഫെഷൻ നടക്കുമ്പോൾ മുമ്പിൽ ആരുമുണ്ട്? ഡിംസ്ഡെയിലും കൂടെയുണ്ട്. എന്നിട്ടാണ് പനിഷ്മെൻറ്റ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ദ 3 pillory scenes. The 9th question, who would you credit for the establishment of short fiction as a genre? ഇതൊരു ചോദ്യമാണോ എന്ന് ചോദിക്കാം. എഡ്ഗർ അലൻ പോ ആണ് വൺ ഓഫ് ദ മേജർ പേഴ്സൺ. അദ്ദേഹത്തിനാണ് ആ കംപ്ലീറ്റ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. സോ നിങ്ങളിവിടെ ഷോർട്ട് ഫിക്ഷൻ എന്താണ്, ആ ജേണർ എങ്ങനെ വന്നു, എഡ്ഗർ അലൻ പോ എന്തൊക്കെ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു എസ്സേ ആക്കി പഠിച്ചു വയ്ക്കാം. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. ഇനി 10th question ഒബ്വിയസ്ലി എങ്ങനെയായിരിക്കും? ഷോർട്ട് നോട്ട്സ് ആണ്. ഫസ്റ്റ് വൺ ജിമ്മി വെൽസ്, സെക്കൻഡ് വൺ അമേരിക്കൻ ഡ്രാമ, ദെൻ ദ പിൽഗ്രിമേജ് ആൻഡ് പ്യൂരിറ്റൻസ്, ഹെസ്റ്റർ. ഇതാണ് ക്യാരക്ടേഴ്സ്. ഹെസ്റ്റർ ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഓഫ്
The Scarlet Letter. Then Jimmy Wells is the character of Arthur Miller's All My Sons. So ഇങ്ങനെയാണ്, സോറി, ജിമ്മി വെൽസ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ആഫ്റ്റർ 20 years. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. How did Henrik Ibsen contribute to the growth of modern American drama? Henrik Ibsen, one of my favorite writer, because അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വർക്കാണ് ഡോൾസ് ഹൗസ്. ഇഫ് പോസിബിൾ യു ക്യാൻ റീഡ് ദ ഡ്രാമ. വളരെ ചെറിയൊരു ഡ്രാമയാണ്. നോറ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. സോ ആ ഒരു ഫെമിനിസ്റ്റിക് വ്യൂ പോയിന്റിലൂടെ സ്ത്രീകൾക്ക് വേണ്ടി എഴുതപ്പെട്ട റൈറ്റിങ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. സോ ഹീസ് ഒരു ഇത്രയും കാലം ഫോളോ ചെയ്തു വന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് വ്യക്തിയാണ് ഹെൻറിക് ഇബ്സൺ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡസ് കേറ്റ് നോ അബൌട്ട് കല്ലേഴ്സ് ഗിൽഡ്? ഇഫ് യെസ്, വൈ ഡസ് ഷീ കൺസീൽ ദ ഫാക്ട്സ് ഫ്രം അതേഴ്സ്? സോ കേറ്റിന് അറിയാമായിരുന്നു അല്ലേ, ജോ കെല്ലറാണ് ആ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇത് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചതും അത്രയും പൈലറ്റ്സിൻ്റെ മരണത്തിന് ഉത്തരവാദി ജോ കെല്ലറാണെന്നും ആർക്കറിയാം? കേറ്റിന് അറിയാം. പക്ഷെ കേറ്റിന് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല റിയാലിറ്റി. എന്ത് റിയാലിറ്റി ആയിരുന്നു? തൻ്റെ മകൻ്റെ മരണത്തിന് ഉത്തരവാദിയും ജോ കെല്ലറാണെന്ന് വിശ്വസിക്കാൻ ആർക്ക് സാധിച്ചിരുന്നില്ല? കേറ്റിനെ സാധിച്ചിരുന്നില്ല. കാരണം കേറ്റ് സ്റ്റിൽ ബിലീവ് ചെയ്ത് തൻ്റെ മകൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, എന്തെങ്കിലും തിരിച്ചു വരുമെന്നാണ്. സോ ദാറ്റ് ഈസ് വൈ ഷീ കൺസീവ്സ്. സ്വയം മനസ്സിൽ പറയുവാണ്, അങ്ങനെയൊന്നുമില്ല എന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു ലേഡി ആയിട്ടാണ് കേറ്റിനെ നമുക്ക് ഓൾ മൈ സൺസിൽ കാണാൻ പറ്റുന്നത്. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ തീം ഓഫ് ആക്ഷൻസ് ആൻഡ് ദെയർ കോൺസിക്വൻസസ്. മേ ബി നമുക്ക് ഓൾ മൈ സൺസിൽ അതാണ് തീം ഓഫ് ആക്ഷൻ ആൻഡ് ദെയർ കോൺസിക്വൻസസ്. ആക്ഷൻ ചെയ്തിട്ടുള്ള കോൺസിക്വൻസസ് ആണ് ജോ കെല്ലറിൻ്റെ ആ ക്യാരക്ടറിൽ നമുക്ക് ഓൾ മൈ സെൻസിൽ കാണാൻ പറ്റുന്നത്. ജോ കെല്ലർ പണ്ട് ആ പൈലറ്റുകളുടെ മരണത്തിന് ഉത്തരവാദിയായി. ദാറ്റ് ഈസ് ഹിസ് ആക്ഷൻ ലെഡ് ടു a lot of people's death and also his own son's death അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്, അതിൻ്റെ കോൺസിക്വൻസസ് ആണ് ഏറ്റവും അവസാനം കാണുന്നത്. എങ്ങനെ? ആ ഒരു മരണം, സ്യൂസൈഡ്, സ്വയം എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് മരണപ്പെടുന്നത്. ദെൻ ഇവാലുവേറ്റ് ദ ക്യാരക്ടർ ഓഫ് ക്രിസ് കെല്ലർ. ക്രിസ് കെല്ലർ ആരാ? ജോ കെല്ലറിൻ്റെ മകനാണ്. ക്രിസ് കെല്ലറാണ് ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അറ്റ് ലാസ്റ്റ് ക്രിസ് കെല്ലറാണ് അച്ഛൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയൽ ഫിഗറിനെ പൊളിച്ചടക്കിയ വ്യക്തി ക്രിസ് കെല്ലറാണ്. ദെൻ വാട്ട് വാസ് സം ഓഫ് ദ റീസൺസ് ഫോർ ദ സെയിലം വിച്ച്ക്രാഫ്റ്റ് ട്രയൽസ്? സെയിലം വിച്ച്ക്രാഫ്റ്റ് ട്രയൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഒരുപാട് സീരീസുകൾ, വാമ്പയർ ഡയറീസ്, ലെഗസീസ്, ചാർമ്ഡ്, ലൈക്ക് വിച്ച് ക്രാഫ്റ്റിനെ കുറിച്ച്, മദർലാൻഡ് ആൻഡ് ഫോർട്ട് സെയിലം, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റീസെൻറ്റ് സീരീസാണ്. സോ ഇതിലെല്ലാം സെയിലം വിച്ച് ക്രാഫ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ ഒരു വർക്കുകളിലെല്ലാം, ഇതൊക്കെ ഓരോ വർക്കുകളാണ് കേട്ടോ, ലിറ്ററേച്ചറിൻ്റെ പാർട്ടാണ് ഇതെല്ലാം. സോ ആ ഓരോ വർക്കുകളിലും സെയിലം വിച്ച് ക്രാഫ്റ്റിൻ്റെ പല റീസൺസ് പറയുന്നുണ്ട്. ദെൻ ഒബ്വിയസ്ലി നമുക്ക് പറയാൻ കഴിയില്ല വാട്ട് ഈസ് ദ റീസൺ. പക്ഷെ വിച്ചസ് ഉണ്ടെന്നൊന്നും നമ്മൾ ബിലീവ് ചെയ്യില്ല അല്ലേ. അന്നത്തെ കാലത്ത് വിച്ചസ് ഉണ്ടെന്നൊന്നും പറയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്കറിയാം, സ്ത്രീകൾ തൻ്റെ ആവശ്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെയാണ് വിച്ച് ക്രാഫ്റ്റിലൂടെ കൊന്നു കളഞ്ഞിരുന്നത് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ദ തിങ്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, വൈ ഡസ് ഡിംസ്ഡെയിൽ സഫർ മോർ ദൻ ഹെസ്റ്റർ? ഹെസ്റ്ററിനേക്കാൾ കൂടുതൽ ഡിംസ്ഡെയിൽ എന്തുകൊണ്ട് സഫർ ചെയ്യുന്നു? വീനോ എന്തുകൊണ്ടാണ്? ഡിംസ്ഡെയിലാണ് കുട്ടിയുടെ അച്ഛൻ. പക്ഷെ പബ്ലിക്കായിട്ട് അങ്ങേർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. Because of political and social responsibility he can't accept it in public. So ഹെസ്റ്റർ ഇത്രയും പേരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുമ്പോഴും ഡിംസ്ഡെയിലിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ തൻ്റെ കുട്ടി വളരുമ്പോൾ അച്ഛനില്ല എന്ന രീതിയിൽ ഷെയിമായിട്ടാണ് കുട്ടി വളരുന്നത്. സോ അതിനൊരു മാറ്റം വരുത്താനും ഡിംസ്ഡെയിലിനെ സാധിക്കുന്നില്ല. Then next question, how does Hawthorne present the organic mechanical contrast in the novel? That is the thing. ആ പേൾ എന്ന് പറഞ്ഞ കുട്ടിയുടെ ക്യാരക്ടറിലാണ് ആ ഒരു ഓർഗാനിക് ആൻഡ് മെക്കാനിക്കൽ കോൺട്രാസ്റ്റ് കാണിക്കുന്നത്. ആ ഒരു ടെക്നോളജികളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒപ്പം ഓർഗാനിക്കായ ഡെവലപ്മെൻറ്റ് എങ്ങനെ ഡള്ളാക്കുന്നു, എങ്ങനെ അതിനെ റീസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്ന് കുട്ടിയുടെ ക്യാരക്ടറിൽ നിന്നാണ് കാണുന്നത്. പേൾ എന്ന് പറഞ്ഞ കുട്ടിയുടെ ക്യാരക്ടറിൽ നിന്നാണ് കാണുന്നത്. 8th question, what is the relevance of the custom house section in the novel? ഇതിൽ കസ്റ്റം ഹൗസ് സെക്ഷൻ ഇൻ ദ നോവൽ എന്ന് പറയുന്നത് ആ നഥാനിയൽ ഹോത്തോൺ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ നിന്ന് പറയുന്ന പോലെയാണ് തോന്നുക. അവനൊരു സ്കാർലറ്റ് ലെറ്റർ കിട്ടുന്നു. എന്ന് പറയുന്നത് അഡൾട്ടറിക്ക്
അഡൾട്ടറി എന്നൊക്കെ സിന്നിനെ കാണിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ അതൊരു ബയോഗ്രഫിക്കൽ എലമെൻ്റ് ആയിട്ട് നമുക്ക് ദ കസ്റ്റം ഹൗസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സീനിനെ കാണാൻ പറ്റും. What were some of the types of short fiction produced in Australia? Which of these types appeal? You give reason to support your answer. അപ്പോൾ ഷോർട്ട് ഫിക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെയിൽസ് ഏതൊക്കെയാണെന്നാണ് ആ ചോദ്യം. അത് ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പറഞ്ഞു തന്നെ പോവാം. ഓക്കെ, ഡ്രാബിൾ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീസ് ഓഫ് ഫിക്ഷനാണ്. ഒരു 100 വേർഡ്സ് ലെങ്ത്തിൽ എഴുതുന്ന ഒന്നാണ്. അതൊരു ടൈപ്പ് ഫിക്ഷനാണ് ആ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നത്. ദെൻ ഫേബിൾ എന്ന് പറയുന്നത് എനിമൽസിനെ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ പഞ്ചതന്ത്രം, വിഷ്ണു ശർമ്മൻ്റെ പഞ്ചതന്ത്രമൊക്കെ എക്സാമ്പിളാണ്. എനിമൽസിൻ്റെ കഥകളായിരിക്കും, അതിലൂടെ ഒരു മോറൽ പ്രിൻസിപ്പിൾ ജനങ്ങൾക്ക് എത്തിക്കുക. ഫ്ലാഷ് ഫിക്ഷൻ ഒരു ഷോർട്ട് പീസാണ്, ഒരു 300-1000 വേർഡ്സിൽ ഒതുങ്ങുന്ന ഒന്നാണ്. ഇപ്പോൾ വൺ ലാസ്റ്റ് നൈറ്റ് അറ്റ് ദ കാർണിവൽ ബിഫോർ ദ സ്റ്റാർസ് ഗോ ഔട്ട് എന്ന് പറഞ്ഞത് ഒരു ഫ്ലാഷ് ഫിക്ഷനാണ്. ഫ്രെയിം സ്റ്റോറി എന്ന് പറയുന്നത് ഫ്രെയിം ടെയിൽ എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ നെസ്റ്റഡ് നെറേറ്റീവ് എന്ന് അറിയപ്പെടുന്നു. ഇതൊരു ലിറ്റററി ടെക്നിക്കാണ്. ഒരു സ്റ്റോറിയുടെ ഉള്ളിൽ വേറൊരു സ്റ്റോറിയെ പ്ലേസ് ചെയ്യുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മിനി സാഗ, അത് ഷോർട്ട് സ്റ്റോറിയാണ്. എക്സാക്ട്ലി ഒരു 50 വേർഡൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്നത് ഇത്രയും ടൈപ്സ് ഓഫ് ഷോർട്ട് ഫിക്ഷൻ ആണ് ഓസ്ട്രേലിയയിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഡ്രാബിൾ, ഫേബിൾ, ഫ്ലാഷ് ഫിക്ഷൻ, ഫ്രെയിം സ്റ്റോറി, മിനി സാഗ, ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്ത് വെച്ച് എഴുതണം. ദെൻ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി വരുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോവിങ് ആണ്. ഫസ്റ്റ് വൺ ബോബ് ഈസ് എ ക്യാരക്ടർ. ചാപ്റ്റർ 10 ക്യാരക്ടറാണ്. യൂണിറ്റ് 10 ഏതായിരുന്നു? ഓ ഹെൻറിയുടെ ആഫ്റ്റർ 20 years ആണ്. നമുക്കറിയാം ബോബും അതുപോലെ തന്നെ പിന്നെ വരുന്ന ആൾ ജിമ്മി വെൽസും ആണ്. അവർ രണ്ടുപേരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാൻ പോയിരുന്ന ആൾക്കാർ. സോ അത് നിങ്ങൾക്ക് അറിയുണ്ടാവും. റിയലിസം ഇൻ അമേരിക്കൻ ഡ്രാമ, ദ പ്യൂരിറ്റൻ സൈക്കോളജി, പേൾ ആരാ? നഥാനിയൽ ഹോത്തോൻ്റെ ദ സ്കാർലറ്റ് ലെറ്ററിലെ ഹെസ്റ്ററിനും ടിംസ്റ്റെയിലിനും ഉണ്ടാവുന്ന മകളാണ് പേൾ. സോ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ഷെയിം, അമ്മയുടെ ഷെയിമും അതുപോലെ അമ്മയുടെ വിജയവും രണ്ടും മകളിലൂടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാറ്റിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു മകൾ അല്ലേ? സോ ഓർഗാനിക്കൽ ഡെവലപ്മെൻറ്റ് സാധിക്കാതെ വന്ന ഒരു മകൾ. സോ അങ്ങനെ നമുക്ക് പറയാം, എഡ്യൂക്കേഷനൊന്നും കിട്ടാതെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൂടെ പോകുന്ന ഒന്നാണ്, ഒരു കുട്ടിയാണ് പേളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. സോ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോയട്രി ആകുമ്പോൾ ക്രിട്ടിക്കൽ അനാലിസിസ് എഴുതി വയ്ക്കുക. ഷോർട്ട് ഫിക്ഷൻ ആകുമ്പോൾ ഓഥറിനെ കുറിച്ച് ആ ഷോർട്ട് ഫിക്ഷൻ്റെ സമ്മറി എഴുതി വയ്ക്കുക. ആർത്തർ മില്ലറിൻ്റെ ഇതൊരു പ്ലേ ആണ്. പ്ലേ ആകുമ്പോൾ എന്തൊക്കെ ഡീൽ ചെയ്യണം? ഓഥറിനെ കുറിച്ച് അറിയണം, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടെസ്റ്റ് അറിയണം, സമ്മറി ആൻഡ് പ്ലോട്ട് ഓഫ് ദ ടെസ്റ്റ് അറിയണം, ദെൻ തീംസ് ആൻഡ് ക്യാരക്ടേഴ്സ് അറിയണം. ബ്ലോക്ക് 2 നോവലാണ്. സെയിം വേ നിങ്ങൾക്ക് തീംസ്, ക്യാരക്ടേഴ്സ്, സമ്മറി, അതുപോലെ തന്നെ ഓഥറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും, ആ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടെസ്റ്റ്, എവറിത്തിങ് യു വാണ്ട് ടു നോ. സോ ഇത്രയും കാര്യങ്ങളുടെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട്, ഈ ഒരു ബുക്ക് സിമ്പിളായി നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, എക്സാമിന് അപ്പിയർ ചെയ്യാനും പറ്റും. ഓക്കെ, സോ സ്റ്റഡി വെൽ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.